ഇൻഫിനിറ്റീവ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വെർബിന്റെ ഫസ്റ്റ് ഫോം V1 അതാണ് ഇൻഫിനിറ്റീവ്. അതിന് മുന്നിൽ ഒരു ടു വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ടു ഇൻഫിനിറ്റീവ്. ആ ടു അവിടെ ഇല്ലെങ്കിൽ നമ്മൾ അതിനെ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയും. ഈ സിമ്പിൾ ഫോംസിന് പുറമെ ഇൻഫിനിറ്റീവ്സിന് മറ്റു ധാരാളം ഫോംസും ഉണ്ട്. കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവ്സ് ഉണ്ട്, പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ്സ് ഉണ്ട്, അതുപോലെ തന്നെ പാസീവ് ഇൻഫിനിറ്റീവ്സും ഉണ്ട്. ഈ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ച് എങ്ങനെ സെന്റൻസസ് നിർമ്മിക്കാം അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ലെസൺ തുടങ്ങുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ഓൺലൈൻ ഇംഗ്ലീഷ് കോഴ്സുകളിൽ IELTS മറ്റ് ഗ്രാമർ സ്പീക്കിംഗ് കോഴ്സുകളിലെല്ലാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സിമ്പിൾ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റീവിന്റെ ഏറ്റവും ബേസിക് ആയ ഫോം തന്നെയാണ്. അതായത് ടു റൈറ്റ്, ടു സിങ്, ടു ബ്രേക്ക്, ടു കം, ടു വിസിറ്റ്, ഇതെല്ലാം സിമ്പിൾ ഇൻഫിനിറ്റീവ്സ് ആണ്. ചില വേർബ്സിന് ശേഷം ഇൻഫിനിറ്റീവ് എന്ന് പറയുമ്പോൾ അതൊരു നോൺ ഫൈനൈറ്റ് വെർബാണ്. അതായത് നമ്മൾ ഇവരെ വേർബ്സ് ആയിട്ട് ആക്ച്വലി കൺസിഡർ ചെയ്യുന്നില്ല. ഒരു ഇൻഫിനിറ്റീവിന് ഒരിക്കലും ഒരു സെന്റൻസ് നിർമ്മിക്കാൻ സാധിക്കില്ല. അതായത് ഇൻഫിനിറ്റീവിന് പുറമെ ആ സെന്റൻസിൽ മറ്റൊരു ഫൈനൈറ്റ് വെർബ് അത് നിർബന്ധമായി ഉണ്ടായിരിക്കണം. ഫൈനൈറ്റ് വേർബ്സിനെ കുറിച്ചും നോൺ ഫൈനൈറ്റ് വേർബ്സിനെ കുറിച്ചും നമ്മൾ നേരത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അറിയാത്തവർ തീർച്ചയായും ആ വീഡിയോസ് കൂടി കണ്ടു നോക്കൂ. ചില ഇംഗ്ലീഷ് വേർബ്സിന് ശേഷം നമ്മൾ ഇൻഫിനിറ്റീവ്സ് ഉപയോഗിക്കും. വേർബ്സിന് ശേഷം മാത്രമല്ല, അഡ്ജക്റ്റീവ്സിനും നൗൺസിനും എല്ലാം ശേഷം നമുക്ക് ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാൻ സാധിക്കും. ചില വേർബ്സിന് ശേഷം അതുപോലെ തന്നെ ചില അഡ്ജക്റ്റീവ്സിനും നൗൺസിനും ശേഷം നമ്മൾ ഉപയോഗിക്കുക ING ഫോംസ് ആണ്. ആക്ച്വലി ചില വാക്കുകൾക്ക് ശേഷം നമുക്ക് ഇൻഫിനിറ്റീവും ING ഫോമും ഉപയോഗിക്കാം. മീനിങ്ങിൽ ഡിഫറൻസ് ഉണ്ടാവില്ല. ചില സമയത്ത് മീനിങ്ങിൽ ഡിഫറൻസ് ഉണ്ടാവും, എന്നാലും രണ്ടും ഉപയോഗിക്കാൻ സാധിക്കും. ചില വേർബ്സിന് ശേഷം പക്ഷെ നമുക്ക് ഇൻഫിനിറ്റീവ് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ. അതുപോലെ ചില വേർബ്സിന് ശേഷം നമുക്ക് ING ഫോം മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഫിനിറ്റീവ് എവിടെ ഉപയോഗിക്കാം എന്നാണ്. ING ഫോംസ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള ലെസൺ അല്ല ഇത്. അതിനെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് വേറെ ലെസൺസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ സെന്റൻസസിലെല്ലാം സിമ്പിൾ ഇൻഫിനിറ്റീവ്സ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. I want to go, ഇവിടുത്തെ മെയിൻ വെർബ് want എന്ന വെർബാണ്. അതൊരു ഫൈനൈറ്റ് വെർബാണ്. To go ഇൻഫിനിറ്റീവ്, അതാണ് ഇവിടുത്തെ നോൺ ഫൈനൈറ്റ് വെർബ്. ഷീ ഓഫേർഡ് ടു ഹെൽപ്പ്, അവൾ സഹായിക്കാമെന്ന് വാഗ്ദാനം നൽകി അല്ലെങ്കിൽ ഓഫർ ചെയ്തു. ദേ എഗ്രീഡ് ടു കം, അവർ വരാമെന്ന് സമ്മതിച്ചു. വി അറേഞ്ച്ഡ് ടു മീറ്റ്, നമ്മൾ മീറ്റ് ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തു. ഐ ഡിസൈഡഡ് ടു അപ്ലൈ, ഞാൻ അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ ഇവിടെ വാണ്ട്, ഓഫർ, എഗ്രി, അറേഞ്ച്, ഡിസൈഡ്, പ്രോമിസ് ഇതുപോലത്തെ വാക്കുകൾക്ക് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ടു ഇൻഫിനിറ്റീവ് ആയിരിക്കും. ഈ എക്സാമ്പിൾസിലെല്ലാം നമ്മൾ കൊടുത്തിട്ടുള്ളത് സിമ്പിൾ ഇൻഫിനിറ്റീവ് ആണ്. ഇനി എക്സാമ്പിൾസ് നോക്കൂ. പ്രോഗ്രസീവ് ഇൻഫിനിറ്റീവ് അഥവാ കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവ്. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ING ഫോംസ് ഉപയോഗിച്ചാണ് നമ്മൾ കണ്ടിന്യൂസ് ഫോംസ് ഉണ്ടാക്കുന്നത്. പ്രസന്റ് കണ്ടിന്യൂസിലാണെങ്കിൽ അതിന്റെ ഫോം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് ING ആണ്. പാസ്റ്റ് കണ്ടിന്യൂസിൽ വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് ING. പ്രോഗ്രസീവ് അഥവാ കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവ്സും ഉണ്ട്. സിമ്പിൾ ഇൻഫിനിറ്റീവിന്റെ ഫോം ടു പ്ലസ് V1 ആണെങ്കിൽ പ്രോഗ്രസീവ് ഇൻഫിനിറ്റീവിന്റെ ഫോം ടു ബി പ്ലസ് ING ആണ്. അത് ഓർത്തിരിക്കണം. ഈ എക്സാമ്പിൾസ് നോക്കൂ. ഇറ്റ് ഈസ് നൈസ് ടു ബി സിറ്റിംഗ് ഹിയർ വിത്ത് യു. ഇവിടുത്തെ മെയിൻ വെർബ് ഈസ് ആണ്. അതൊരു ഫൈനൈറ്റ് വെർബാണ്. ഈ സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലുമാണ്. നിന്റെ കൂടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് നല്ല രസമാണ്, അതാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. ഇറ്റ് ഈസ് നൈസ് ടു ബി സിറ്റിംഗ് ഹിയർ വിത്ത് യു. കൂടെ ഇരിക്കുക എന്നത് ഒരു കണ്ടിന്യൂസ് ആക്ടിവിറ്റി ആണ്. ആ കണ്ടിന്യൂറ്റി സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ടു ബി സിറ്റിംഗ് എന്ന് പറയുന്നത്. ടു ബി സിറ്റിംഗിന് പകരം നമ്മളിവിടെ ടു സിറ്റ് എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ ആ കണ്ടിന്യൂറ്റി അവിടെ വരുന്നില്ല. ഇറ്റ് ഈസ് നൈസ് ടു ബി സിറ്റിംഗ് ഹിയർ വിത്ത് യു. ഹി സീംഡ് ടു ബി സ്മോക്കിംഗ് എ ലോട്ട്. ടു ബി സ്മോക്കിംഗ് അതും ഒരു പ്രോഗ്രസീവ് ഇൻഫിനിറ്റീവ് ആണ്. അയാൾ ധാരാളം പുകവലിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി അല്ലെങ്കിൽ അങ്ങനെ തോന്നി. ഹി സീംഡ് ടു ബി സ്മോക്കിംഗ് എ ലോട്ട്, അയാൾ ധാരാളം പുകവലിക്കുന്നത് പോലെ തോന്നി. ടു ബി സിറ്റിംഗ്, ടു ബി സ്മോക്കിംഗ് എല്ലാം പ്രോഗ്രസീവ് ഇൻഫിനിറ്റീവ്സിന്റെ ഫോംസ് ആണ്. ഇനി നമുക്ക് പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ് നോക്കാം. ഇറ്റ് ഈസ് നൈസ് ടു ഹാവ് വൺ. പെർഫെക്റ്റ് ഇൻഫിനിറ്റീവിന്റെ ഫോം എന്ന് പറയുന്നത് ടു ഹാവ് പ്ലസ് V3 ആണ്. ഇറ്റ് ഈസ് നൈസ് ടു ഹാവ് വൺ. ഇത് തന്നെ നമുക്ക് ഇറ്റ് ഈസ് നൈസ് ദാറ്റ് വി ഹാവ് വൺ എന്നും പറയാം. ദാറ്റ് വി ഹാവ് വൺ എന്നാൽ ദാറ്റ് ക്ലോസിന് പകരമാണ് നമ്മളിവിടെ ടു ഹാവ് വൺ എന്ന പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു ഫോം കൂടിയുണ്ട് ഇൻഫിനിറ്റീവിന്, അതാണ് പാസീവ് ഫോം. അതിന്റെ ഫോം ടു ബി പ്ലസ് V3 ആണ്. ടു ബി പ്ലസ് ING പ്രോഗ്രസീവ് ഇൻഫിനിറ്റീവിന്റെ ഫോം ആണ്. ടു ബി പ്ലസ് V3 പാസീവ് ഇൻഫിനിറ്റീവിന്റെ ഫോം ആണ്. ടു ഹാവ് പ്ലസ് V3 പെർഫെക്റ്റ് ഇൻഫിനിറ്റീവിന്റെ ഫോം ആണ്. ഈ ഫോംസ് മാറിപ്പോവരുത്. ഇത് ഓരോന്നിനും ഓരോരോ യൂസ് ആണ് ഉള്ളത്. ദർ ഇസ് എ ലോട്ട് ഓഫ് വർക്ക് ടു ബി ഡൺ. ടു ബി ഡൺ ചെയ്യപ്പെടാനുള്ളതായി ഒരുപാട് ജോലികളുണ്ട്.
നമുക്ക് ആക്ച്വലി ഇവിടെ ടു ബി ഡൺ എന്നതിന് പകരം ടു ഡു എന്ന് പറഞ്ഞാലും മതി. സിമ്പിൾ ഇൻഫിനിറ്റീവും ഉപയോഗിക്കാം. എല്ലായ്പ്പോഴും അങ്ങനെ പാസീവ് ഇൻഫിനിറ്റീവിന് പകരം നമുക്ക് സിമ്പിൾ ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാൻ സാധിക്കില്ല. പക്ഷെ സെന്റൻസിങ്ങിന് ദർ ഉപയോഗിച്ച് തുടങ്ങുന്ന സമയത്ത് ദർ ഈസ്, ദർ വാസ്, അങ്ങനെയെല്ലാം നമ്മൾ സെന്റൻസ് തുടങ്ങുന്ന സമയത്ത് പിന്നെ അതിനുശേഷം പൊതുവെ നമുക്ക് സിമ്പിൾ ഇൻഫിനിറ്റീവും പാസീവ് ഇൻഫിനിറ്റീവും ഒരേ മീനിങ്ങിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഈ സെന്റൻസ് തന്നെ നമുക്ക് ഇങ്ങനെയും പറയാം. ദർ ഇസ് എ ലോട്ട് ഓഫ് വർക്ക് ടു ഡു എന്ന് പറയാം, അല്ലെങ്കിൽ ദർ ഇസ് എ ലോട്ട് ഓഫ് വർക്ക് ടു ബി ഡൺ. ഇവിടെ ടു ബി ഡൺ എന്നതാണ് പാസീവ് ഇൻഫിനിറ്റീവ്. ഇനി നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. ഞാൻ മലയാളത്തിൽ സെന്റൻസസ് പറയും, അത് നിങ്ങളെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാം. വൈകിയിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഒരു ടാക്സി വിളിക്കാൻ തീരുമാനിച്ചു. വൈകിയിരുന്നു അതെങ്ങനെയാ പറയുന്നത്? ഇറ്റ് വാസ് ലേറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ വി വർ ലേറ്റ് എന്ന് പറയാം. ഇറ്റ് വാസ് ലേറ്റ് എന്നതിന് വൈകിയിരുന്നു എന്നർത്ഥം, വി വർ ലേറ്റ് എന്നതിന് ഞങ്ങൾ വൈകിയിരുന്നു എന്നർത്ഥം. അതുകൊണ്ട് ഞങ്ങൾ ഒരു ടാക്സി വിളിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ തീരുമാനിച്ചു, വി ഡിസൈഡഡ്. ഒരു ഇംഗ്ലീഷ് സെന്റൻസിൽ സബ്ജക്റ്റ് ആദ്യം വരും, അതിനുശേഷം വെർബ്. ഇവിടെ ഞങ്ങളാണ് തീരുമാനിക്കുന്നത്, അപ്പൊ ഞങ്ങളാണ് സബ്ജക്റ്റ്, വി ആണ് സബ്ജക്റ്റ്. വി തീരുമാനിച്ചു, ഡിസൈഡഡ്. പാസ്റ്റ് ടെൻസിലുള്ള വെർബാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡിസൈഡ് എന്നതിന്റെ V2 ആണ് ഡിസൈഡഡ്. വി ഡിസൈഡഡ് എന്താണ് തീരുമാനിച്ചത്? ഒരു ടാക്സി വിളിക്കാൻ. വി ഡിസൈഡഡ് ടു കോൾ എ ടാക്സി. ഇവിടെ ഡിസൈഡഡ് എന്ന വെർബിന്റെ ഒബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ ടു കോൾ എന്ന ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇറ്റ് വാസ് ലേറ്റ്, സോ വി ഡിസൈഡഡ് ടു കോൾ എ ടാക്സി. നേരം വൈകിയത് കൊണ്ട് ഞങ്ങൾ ഒരു ടാക്സി വിളിക്കാൻ തീരുമാനിച്ചു. ടു കോൾ എന്ന സിമ്പിൾ ഇൻഫിനിറ്റീവ് ഇവിടെ ഡിസൈഡഡ് എന്ന വെർബിന്റെ ഒബ്ജക്റ്റ് ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇൻഫിനിറ്റീവ്സ് നമ്മളിങ്ങനെ വെർബ്സിന്റെ ഒബ്ജക്റ്റ് ആയും സബ്ജക്റ്റ് ആയും നമുക്ക് ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ആ ഇൻഫിനിറ്റീവിന് ശേഷം വന്നിട്ടുള്ള ടാക്സി എന്ന നൗൺ ആ ഇൻഫിനിറ്റീവിന്റെ ഒബ്ജക്റ്റ് ആണ്, ഡിസൈഡഡ് എന്ന വെർബിന്റെ ഒബ്ജക്റ്റ് അല്ല. ഇൻഫിനിറ്റീവിന് ശേഷം വരുന്ന നൗൺ അല്ലെങ്കിൽ ING ഫോമിന് ശേഷം വരുന്ന നൗൺ എല്ലാം ആ ഇൻഫിനിറ്റീവിന്റെയോ ING ഫോമിന്റെയോ ഒബ്ജക്റ്റ് ആയിരിക്കും. ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാമാണ്. ഇൻഫിനിറ്റീവ്സ് വേർബ്സ് അല്ല, അത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് നൗൺസ് ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ്. അതായത് ഒരു വെർബിന്റെ സബ്ജക്റ്റോ ഒബ്ജക്റ്റോ ആയിട്ടായിരിക്കും പൊതുവെ ഇൻഫിനിറ്റീവ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവുക. അഡ്ജക്റ്റീവ്സിന് ശേഷവും നൗൺസിന് ശേഷവും എല്ലാം നമുക്ക് ഇൻഫിനിറ്റീവ്സ് യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ അതിന്റെ യൂസ് ഡിഫറെന്റ് ആണ്. ഇറ്റ് വാസ് ലേറ്റ്, സോ വി ഡിസൈഡഡ് ടു കോൾ എ ടാക്സി. ഡിസൈഡ് എന്ന വെർബിന് ശേഷം നമുക്ക് ING ഫോം ഉപയോഗിക്കാൻ സാധിക്കില്ല, ഇൻഫിനിറ്റീവ് തന്നെ വേണം ഇവിടെ ഉപയോഗിക്കാൻ. ഞാൻ അവളെ ക്ഷണിച്ചു. I invited her. പാസ്റ്റ് ടെൻസിലുള്ള കാര്യമാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ്സ് എല്ലാം V2 ആണ്. ഞാൻ അവളെ ക്ഷണിച്ചു. I invited her. അവൾ വരാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. She agreed to come. നമുക്ക് ഈ രണ്ട് ക്ലോസുകളെ and ഉപയോഗിച്ച് കണക്ട് ചെയ്യാം, കാരണം ഇത് കോംപ്ലിമെന്ററി ആയ ഐഡിയാസ് ആണ്. ആദ്യം പറഞ്ഞതിന് വിരുദ്ധമായി രണ്ടാമതൊന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ആശയങ്ങളെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ ആണ് and. I invited her and she agreed to come. അവൾ വരാമെന്ന് സമ്മതിച്ചു. I invited her and she agreed to come. നേരത്തെ ഡിസൈഡ് എന്ന വെർബിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എഗ്രി എന്ന വെർബിന് ശേഷവും നമ്മൾ ഉപയോഗിക്കുന്നത് ടു ഇൻഫിനിറ്റീവ് ആണ്, ING ഫോം അല്ല. I invited her and she agreed to come. എനിക്ക് 20 വയസ്സുള്ളപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യാൻ പഠിച്ചു. ഞാൻ ഡ്രൈവ് ചെയ്യാൻ പഠിച്ചു. സബ്ജക്റ്റ് I. പഠിച്ചു, ലേൺഡ്. സ്റ്റഡീഡ് എന്ന വാക്കല്ല പൊതുവെ ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ലേൺ എന്ന വെർബാണ്. I learned എന്താണ് പഠിച്ചത്? ഡ്രൈവ് ചെയ്യാൻ, ടു ഡ്രൈവ്. I learned to drive എനിക്ക് 20 വയസ്സുള്ളപ്പോൾ. When I was 20. I learned to drive when I was 20. ഇവിടെ learned എന്ന വെർബിന്റെ ഒബ്ജക്റ്റ് ആയിട്ടാണ് ടു ഡ്രൈവ് എന്ന ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ഹൗ ടു ഡ്രൈവ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ലേൺ എന്ന വെർബിന് ശേഷം നമുക്ക് ഇൻഫിനിറ്റീവിനെ ഡയറക്റ്റ് ആയി യൂസ് ചെയ്യാം. പക്ഷെ നോ എന്ന വെർബിന്റെ കേസിൽ അത് സാധ്യമല്ല. അതിനുശേഷം നമുക്ക് ഹൗ ടു തന്നെ വേണം ഉപയോഗിക്കാൻ. I learned to drive when I was 20. When I was 20 എന്നതിന് പകരം നമുക്ക് when I was 20 years old എന്നും പറയാം. 20 years എന്ന് മാത്രം പറയരുത്. ഇയേഴ്സ് കൂടി അവിടെ ഉണ്ടെങ്കിൽ ഓൾഡ് കൂടി അവിടെ ചേർക്കണം. അവരെ ക്ഷണിക്കേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ തീരുമാനിച്ചു. വി ഡിസൈഡഡ്. എന്താണ് തീരുമാനിച്ചത്? അവരെ ക്ഷണിക്കേണ്ട എന്ന്. അവരെ ക്ഷണിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ വി ഡിസൈഡഡ് ടു ഇൻവൈറ്റ് ദം അല്ലേ? വി ഡിസൈഡഡ് ടു ഇൻവൈറ്റ് ദം. അവരെ ക്ഷണിക്കാൻ നമ്മൾ തീരുമാനിച്ചു. ക്ഷണിക്കേണ്ട എന്ന് തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത് ഒരു നെഗറ്റീവ് ഇൻഫിനിറ്റീവ് ആണ്. നെഗറ്റീവ് ഇൻഫിനിറ്റീവ് നമ്മൾ ഉണ്ടാക്കുന്നത് ആ ടൂവിന് മുന്നിൽ നോട്ട് ഉപയോഗിച്ചിട്ടാണ്. വി ഡിസൈഡഡ് നോട്ട് ടു ഇൻവൈറ്റ് ദം. വി ഡിസൈഡഡ് നോട്ട് ടു ഇൻവൈറ്റ് ദം. ഞാനിവിടെ ഹിം ആണ് എഴുതിയത്. അവരെ എന്നതിന് ദം എന്ന പ്രൊനൗൺ ആണ് യൂസ് ചെയ്യേണ്ടത്.
ഈ നോട്ട് ടുവിന് ശേഷം ഉപയോഗിക്കരുത്, അത് ടുവിന് മുന്നിൽ വേണം ഉപയോഗിക്കാൻ. വി ഡിസൈഡഡ് നോട്ട് ടു ഇൻവൈറ്റ് ഹിം. അവനെ ക്ഷണിക്കേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. വി ഡിസൈഡഡ് നോട്ട് ടു ഇൻവൈറ്റ് ദം. അവരെ ക്ഷണിക്കേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അവരെ ക്ഷണിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ വി ഡിസൈഡഡ് ടു ഇൻവൈറ്റ് ദം. വൈകിൽ നിന്ന് ഞാൻ വാക്ക് കൊടുത്തു. ഞാൻ വാക്ക് കൊടുത്തു എന്നതിന് നമുക്ക് ഐ പ്രോമിസ്ഡ് എന്ന് പറയാം. പ്രോമിസ് എന്ന വെർബിന് ശേഷവും നമ്മൾ ഉപയോഗിക്കുന്ന ടു ഇൻഫിനിറ്റീവ് ആണ്, ING ഫോം അല്ല. ഐ പ്രോമിസ്ഡ് ഇവിടെയും ഒരു നെഗറ്റീവ് ഇൻഫിനിറ്റീവ് ആണ് വേണ്ടത്, കാരണം വൈകില്ല എന്നാണ് പറയുന്നത്. ഐ പ്രോമിസ്ഡ് നോട്ട് ടു ബി ലേറ്റ്. ഐ പ്രോമിസ്ഡ് നോട്ട് ടു ബി ലേറ്റ്. ആ നോട്ട് അവിടെ ഇല്ലെങ്കിൽ ഞാൻ വൈകുമെന്ന് വാക്ക് കൊടുത്തു എന്ന അർത്ഥം വരും. അങ്ങനെ പറയരുത്. നമുക്ക് ഐ പ്രോമിസ് ടു ബി ഓൺ ടൈം എന്ന് പറയാം. അതായത് സമയത്ത് തന്നെ വരുമെന്ന് ഞാൻ വാക്ക് കൊടുത്തു. അല്ലെങ്കിൽ ഐ പ്രോമിസ്ഡ് നോട്ട് ടു ബി ലേറ്റ്. വൈകില്ലെന്ന് ഞാൻ വാക്ക് കൊടുത്തു. ഐ പ്രോമിസ്ഡ് നോട്ട് ടു ബി ലേറ്റ്. ഇൻഫിനിറ്റീവ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഈ വേർബ്സിനെല്ലാം ശേഷമാണ്. അതായത് ഈ വേർബ്സിന് ശേഷം അതിൻ്റെ ഒബ്ജക്റ്റായി നമുക്ക് ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാൻ സാധിക്കും. കോമൺ എക്സാമ്പിൾസ് ആണിത്. ഓഫർ, ഡിസൈഡ്, ഹോപ്പ്, ഡിസർവ്, പ്രോമിസ്, എഗ്രി, പ്ലാൻ, മാനേജ്, ത്രെട്ടൻ, റിഫ്യൂസ്, ഫോർഗെറ്റ്, ലേൺ. ഇതൊരു കംപ്ലീറ്റ് ലിസ്റ്റ് അല്ല, നമ്മൾ ഏറ്റവും കോമൺ ആയി യൂസ് ചെയ്യുന്ന വേർബ്സിൻ്റെ ഒരു ലിസ്റ്റാണിത്. ഈ വേർബ്സിനെല്ലാം ശേഷം നമുക്കൊരു ടു ഇൻഫിനിറ്റീവ് ഒബ്ജക്റ്റായി ഉപയോഗിക്കാൻ സാധിക്കും. ഇനി മറ്റു ചില വേർബ്സ് ഉണ്ട്. സീം, അപ്പിയർ, പ്രിറ്റൻഡ്, ക്ലെയിം. ഇത് നമുക്ക് അത്ര ഉറപ്പില്ലാത്ത എന്നാൽ സത്യമാവാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതുപോലുള്ള ആശയങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ വേർബ്സിന് ശേഷവും നമുക്ക് പലതരത്തിലുള്ള ഇൻഫിനിറ്റീവ്സ് ഉപയോഗിക്കാൻ സാധിക്കും. ഈ എക്സാമ്പിൾസ് നോക്കും. അവൾ തിരക്കിലാണ്. ഇത് ഒരു ഫാക്റ്റാണ്. ഷീ ഈസ് ബിസി. ഇനി നമുക്ക് അത് ഉറപ്പില്ല, പക്ഷെ തിരക്കിലാണെന്ന് തോന്നുന്നു എന്ന് പറയണമെന്ന് കരുതാം. എനിക്ക് തോന്നുന്നു എന്നല്ല പറയുന്നത്, നമ്മൾ പറയുന്നത് അവൾ തിരക്കിലാണെന്ന് തോന്നുന്നു എന്നാണ്. ഇങ്ങനെ പറയുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഇത് രണ്ട് രീതിയിൽ പറയാം. ഒന്ന്, നമുക്ക് ഇറ്റ് സീംസ് എന്ന് വെച്ച് തുടങ്ങാം. ഇറ്റ് സീംസ് അല്ലെങ്കിൽ ഇറ്റ് അപ്പിയേഴ്സ്. അങ്ങനെ ആ സെന്റൻസ് തുടങ്ങുമ്പോൾ പിന്നെ അതിന് ശേഷം വരിക ഇൻഫിനിറ്റീവ് അല്ല, ദാറ്റ് ക്ലോസ് ആണ്. അവൾ തിരക്കിലാണ്, ഷീ ഈസ് ബിസി. ഇനി അവൾ തിരക്കിലാണെന്ന് തോന്നുന്നു എന്ന് പറയാൻ നമുക്ക് ഇറ്റ് സീംസ് ദാറ്റ് ഷീ ഈസ് ബിസി എന്ന് പറയാം. ഇറ്റ് സീംസ് ദാറ്റ് ഷീ ഈസ് ബിസി. ഇറ്റ് സീംസ് ഉപയോഗിച്ച് ഒരു സെന്റൻസ് തുടങ്ങുമ്പോൾ പിന്നെ അതിന് ശേഷം വരുന്നത് ദാറ്റ് ക്ലോസ് ആണ്. ഒരു ക്ലോസ് എന്ന് പറയുമ്പോൾ അതിൽ എപ്പോഴും ഒരു സബ്ജക്റ്റും ഒരു വെർബും ഉണ്ടായിരിക്കണം, അത് നിർബന്ധമാണ്. ഇറ്റ് സീംസ് ദാറ്റ് ഷീ ഈസ് ബിസി. അവൾ തിരക്കിലാണെന്ന് തോന്നുന്നു. ഐ തിങ്ക് ദാറ്റ് ഷീ ഈസ് ബിസി എന്ന് പറഞ്ഞാൽ അവൾ തിരക്കിലാണെന്ന് എനിക്ക് തോന്നുന്നു എന്നാണ് അർത്ഥം. ഇവിടെ എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നില്ല, അവൾ തിരക്കിലാണെന്ന് തോന്നുന്നു എന്ന് മാത്രമാണ് പറയുന്നത്. ഇറ്റ് സീംസ് ദാറ്റ് ഷീ ഈസ് ബിസി. അപ്പോൾ ഇവിടെ ഈ സെന്റൻസിൽ രണ്ട് ക്ലോസ് ഉണ്ട്. ഇറ്റ് സീംസ് അത് മെയിൻ ക്ലോസ് ആണ്. ദാറ്റ് ഷീ ഈസ് ബിസി എന്ന ഒരു നൗൺ ക്ലോസ് കൂടി അതിനകത്ത് വരുന്നുണ്ട്. എന്താണ് തോന്നുന്നത്? അവൾ തിരക്കിലാണെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പൊ ഇവിടുത്തെ ആ ദാറ്റ് ഷീ ഈസ് ബിസി എന്നത് സീംസ് എന്ന വെർബിന്റെ ഒബ്ജക്റ്റ് ആയാണ് വരുന്നത്. ഇറ്റ് സീംസിന് ശേഷം നമുക്ക് ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാൻ സാധിക്കില്ല, പക്ഷെ നമുക്ക് ഇത് ടു ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചും ഈ കാര്യം പറയാം. അങ്ങനെ വരുമ്പോൾ ഇറ്റ് അല്ല സബ്ജക്റ്റ്, മറിച്ച് ഷീ ആണ് സബ്ജക്റ്റ്. നമുക്കത് അങ്ങനെ പറഞ്ഞു നോക്കാം. ഷീ സീംസ് ടു ബി ബിസി. ഇറ്റ് സീംസ് ദാറ്റ് ഷീ ഈസ് ബിസി എന്ന് പറഞ്ഞാലും ഷീ സീംസ് ടു ബി ബിസി എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്. ഇവിടെ മൂന്നാമത്തെ സെന്റൻസിൽ നമ്മൾ ഷീ ആണ് സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനുശേഷം സീംസ് എന്ന വെർബ് വന്നു. പിന്നെ ഷീ ഈസ് ബിസി എന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആ ഈസ് എന്ന് പറയുന്നത് ബിയുടെ ഒരു ഫോം ആണല്ലോ. അപ്പോൾ നമ്മൾ ഇതിനെ ടു ഇൻഫിനിറ്റീവ് ഉപയോഗിച്ച് ഈ ഐഡിയ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ആ ഈസിന് പകരം നമ്മൾ ബി ഉപയോഗിക്കും. ഷീ സീംസ് ടു ബി ബിസി. ഷീ ഈസ് ബിസി എന്ന് പറഞ്ഞാൽ അവൾ തിരക്കിലാണ്. ഷീ സീംസ് ടു ബി ബിസി എന്ന് പറയുമ്പോൾ അവൾ തിരക്കിലാണെന്ന് തോന്നുന്നു. ഈസിന് പകരം സീംസ് ടു ബി ഉപയോഗിക്കുമ്പോൾ ആണെന്ന് തോന്നുന്നു എന്ന മീനിങ് ആണ് കിട്ടുന്നത്. ഈസ് എന്ന് പറയുമ്പോൾ ആണ്, ഈസിന് പകരം സീംസ് ടു ബി എന്ന് പറയുമ്പോൾ ആണെന്ന് തോന്നുന്നു എന്ന അർത്ഥമാണ് നമുക്ക് കിട്ടുന്നത്. ഷീ സീംസ് ടു ബി ബിസി. ഇവിടെ ടു ബി ഉപയോഗിക്കാൻ കാരണം ഈസ് എന്നത് ബിയുടെ ഒരു ഫോം ആയതുകൊണ്ടാണ്. ഷീ സീംസ് ടു ബി ബിസി. അവർക്ക് ധാരാളം പണമുണ്ട്. അതൊരു ഫാക്റ്റാണ്. ദേ ഹാവ് എ ലോട്ട് ഓഫ് മണി. ദേ ഹാവ് എ ലോട്ട് ഓഫ് മണി അല്ലെങ്കിൽ ദേ ഹാവ് പ്ലെൻറ്റി ഓഫ് മണി. അവർക്ക് ധാരാളം പണമുണ്ട്. ഇനി നമുക്ക് പറയേണ്ടത് അവർക്ക് ധാരാളം പണമുണ്ടെന്ന് തോന്നുന്നു എന്നാണ്. ഉറപ്പില്ല, പക്ഷെ സത്യമാവാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ഇതും നമുക്ക് സീം അല്ലെങ്കിൽ അപ്പിയർ ഉപയോഗിച്ച് പറയാം. ഇറ്റ് സീംസ് ഉപയോഗിച്ച് തുടങ്ങുകയാണെങ്കിൽ അതിനുശേഷം നമുക്കൊരു ദാറ്റ് ക്ലോസ് വരും. ഇറ്റ് സീംസ് ദാറ്റ് ദേ ഹാവ് പ്ലെൻറ്റി ഓഫ് മണി.
ദേ ഹാവ് പ്ലെന്റി ഓഫ് മണി എന്ന് പറഞ്ഞാൽ അവർക്ക് ധാരാളം പണമുണ്ട്. അത് തന്നെയാണ് നമ്മളിവിടെ ഇറ്റ് സീംസ് ഉപയോഗിച്ച് സെന്റൻസ് തുടങ്ങുമ്പോൾ ദാറ്റ് ക്ലോസിൽ നമ്മൾ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് സീംസ് ദാറ്റ് ദേ ഹാവ് പ്ലെന്റി ഓഫ് മണി. ഇറ്റ് സീംസ് എന്നതിന് തോന്നുന്നു എന്നർത്ഥം. ഇനി ഇതും നമുക്കൊരു ഇൻഫിനിറ്റീവ് ഉപയോഗിച്ച് പറയാം. അങ്ങനെ വരുമ്പോൾ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ഇറ്റ് അല്ല ദേ ആണ്. ദേ സീം ടു ഹാവ് പ്ലെന്റി ഓഫ് മണി. ദേ ഹാവ് പ്ലെന്റി ഓഫ് മണി എന്ന് പറഞ്ഞാൽ അവർക്ക് ധാരാളം പണമുണ്ട്. ദേ സീം ടു ഹാവ് പ്ലെന്റി ഓഫ് മണി എന്ന് പറഞ്ഞാൽ അവർക്ക് ധാരാളം പണമുണ്ടെന്ന് തോന്നുന്നു. ഹാവ് എന്ന് പറയുമ്പോൾ ഉണ്ട്, ഹാവിന് പകരം സീം ടു ഹാവ് എന്ന് പറയുമ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു എന്നർത്ഥമാണ് വരുന്നത്. ഉറങ്ങുകയാണെന്ന് ഞാൻ ഭാവിച്ചു. ഞാൻ ഉറങ്ങുകയായിരുന്നില്ല, പക്ഷെ ഞാൻ അങ്ങനെ അഭിനയിച്ചു അല്ലെങ്കിൽ ഭാവിച്ചു. ഇത് നമുക്ക് ദാറ്റ് ക്ലോസ് ഉപയോഗിച്ചും പറയാം, ടു ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചും പറയാം. ഞാൻ ഭാവിച്ചു, ഐ പ്രിറ്റൻഡഡ്. എന്താണ് ഭാവിച്ചത്? ഉറങ്ങുകയാണെന്ന്. ഐ പ്രിറ്റൻഡഡ് ദാറ്റ് ഐ വാസ് സ്ലീപ്പിംഗ്. ഐ പ്രിറ്റൻഡഡ് ദാറ്റ് ഐ വാസ് സ്ലീപ്പിംഗ് അല്ലെങ്കിൽ ഐ പ്രിറ്റൻഡഡ് ദാറ്റ് ഐ വാസ് അസ്ലീപ്. ഞാൻ ഉറക്കത്തിലാണെന്ന് ഞാൻ ഭാവിച്ചു. ഇവിടെ ഈ വാസിന് പകരവും നമുക്ക് ടു ബി ഉപയോഗിക്കാം. വാസ് എന്ന് പറയുന്നതും ബിയുടെ ഒരു ഫോമാണ്. അപ്പൊ നമുക്കിത് ഇങ്ങനെയും പറയാം. ഐ പ്രിറ്റൻഡഡ് ടു ബി സ്ലീപ്പിംഗ് അല്ലെങ്കിൽ ഐ പ്രിറ്റൻഡഡ് ടു ബി അസ്ലീപ്. ഞാൻ ഉറക്കത്തിലാണെന്ന് ഞാൻ ഭാവിച്ചു. ഐ പ്രിറ്റൻഡഡ് ദാറ്റ് ഐ വാസ് അസ്ലീപ് എന്ന് പറഞ്ഞാലും ഐ പ്രിറ്റൻഡഡ് ടു ബി അസ്ലീപ് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്. അപ്പോൾ ഈസ്, ആം, ആർ, വാസ്, വർ അതിനെല്ലാം പകരമായിട്ടാണ് നമ്മളിവിടെ ടു ബി എന്ന ആ ഒരു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുന്നത്. ഐ പ്രിറ്റൻഡഡ് ടു ബി അസ്ലീപ് അല്ലെങ്കിൽ ഐ പ്രിറ്റൻഡഡ് ദാറ്റ് ഐ വാസ് അസ്ലീപ്. ദാറ്റ് ക്ലോസിലെ ഈസ്, ആം, ആർ, വാസ്, വർ അതാണ് ടു ബി ആയി മാറുന്നത്. അവൾ ഭാരം കുറഞ്ഞിരിക്കുന്നു. ഷി ഹാസ് ലോസ്റ്റ് വെയിറ്റ്. അവൾ ഭാരം കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഭാരം കുറയുന്നതിനെ കുറിച്ചും കൂടുന്നതിനെ കുറിച്ചും പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വെർബ് ലോസും ഗെയിനുമാണ്. ഷീ ഹാസ് ലോസ്റ്റ് വെയിറ്റ്. അവൾ ഭാരം കുറഞ്ഞിരിക്കുന്നു. ഷീ ഹാസ് ഗെയിൻഡ് വെയിറ്റ്. അവൾ ഭാരം വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് അവൾ ഭാരം കുറഞ്ഞിരിക്കുന്നു എന്ന് തോന്നുന്നു എന്ന് പറയണമെങ്കിലോ അവൾ ഭാരം കുറഞ്ഞതായി തോന്നുന്നു. ഇതും നമുക്ക് ഇറ്റ് സീംസ് ഉപയോഗിച്ച് പറയാം അല്ലെങ്കിൽ ഷീ സീംസ് ഉപയോഗിച്ചും പറയാം. ഇറ്റ് സീംസ് ദാറ്റ് ഷീ ഹാസ് ലോസ്റ്റ് വെയിറ്റ്. ഇറ്റ് സീംസ് ദാറ്റ് ഷീ ഹാസ് ലോസ്റ്റ് വെയിറ്റ്. അവൾക്ക് ഭാരം കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി ഇറ്റ് ഉപയോഗിച്ചല്ലാതെ സബ്ജക്റ്റ് ഷീ ആയും നമുക്ക് ഈ കാര്യം പറയാം. ഹാസിന് പകരം ഷീ സീംസ് ടു ഹാവ് ലോസ്റ്റ് വെയിറ്റ്. ഹാസ് ലോസ്റ്റിന് പകരം നമുക്ക് സീംസ് ടു ഹാവ് ഉപയോഗിക്കാം. ഷീ സീംസ് ടു ഹാവ് ലോസ്റ്റ് വെയിറ്റ്. അവൾ ഭാരം കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഹാസ് ലോസ്റ്റിന് പകരമാണ് സീംസ് ടു ഹാവ് ലോസ്റ്റ് എന്ന് പറയുന്നത്. ടുവിന് ശേഷം ഹാസ് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കില്ല. ടുവിന് ശേഷം ഹാവ് തന്നെ വേണം ഉപയോഗിക്കാൻ. അതുപോലെ ഡു തന്നെ വേണം ഉപയോഗിക്കാൻ. ഡസ്, ഡിഡ് അതൊന്നും നമുക്ക് ടുവിന് ശേഷം ഉപയോഗിക്കാൻ സാധിക്കില്ല. ഹാസും ഹാഡും നമുക്ക് ടുവിന് ശേഷം ഉപയോഗിക്കാൻ സാധിക്കില്ല. ഞാൻ ജോലി ചെയ്യുകയാണെന്ന് ഭാവിച്ചു. ഞാൻ ജോലി ചെയ്യുകയായിരുന്നില്ല, പക്ഷെ ഞാൻ അങ്ങനെ അഭിനയിച്ചു. ദാറ്റ് ക്ലോസ് ഉപയോഗിച്ച് പറയാം, ടു ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചും നമുക്ക് പറയാം. ഐ പ്രിറ്റൻഡഡ് ദാറ്റ് ഐ വാസ് വർക്കിംഗ്. ഞാൻ ജോലി ചെയ്യുകയായിരുന്നു എന്ന് ഞാൻ ഭാവിച്ചു. ഐ പ്രിറ്റൻഡഡ് എന്ന് ദാറ്റ് ജോലി ചെയ്യുകയാണ്. ഐ വാസ് വർക്കിംഗ്. ഐ പ്രിറ്റൻഡഡ് ദാറ്റ് ഐ വാസ് വർക്കിംഗ്. ഞാൻ ജോലി ചെയ്യുകയാണെന്ന് ഞാൻ ഭാവിച്ചു. ഇത് ടു ഇൻഫിനിറ്റീവ് ഉപയോഗിച്ച് എങ്ങനെ പറയും? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു വെർബാണ് നമുക്കിവിടെ ഉള്ളത്, വാസ് വർക്കിംഗ്. അപ്പൊ നമുക്കിതിനെ ഇൻഫിനിറ്റീവ് ഉപയോഗിച്ച് പറയുമ്പോഴും നമുക്ക് വേണ്ടത് ഒരു കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവ് ആണ്, അതായത് പ്രോഗ്രസീവ് ഇൻഫിനിറ്റീവ് ആണ്. പ്രോഗ്രസീവ് ഇൻഫിനിറ്റീവിന്റെ ഫോം എന്ന് പറയുന്നത് ടു ബി പ്ലസ് ഐ എൻ ജി ആണ്. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് പറയുക? ഐ പ്രിറ്റൻഡഡ് ടു ബി വർക്കിംഗ്. ഞാൻ ജോലി ചെയ്യുകയാണെന്ന് ഭാവിച്ചു. ഐ പ്രിറ്റൻഡഡ് ദാറ്റ് ഐ വാസ് വർക്കിംഗ് എന്ന് പറഞ്ഞാലും ഐ പ്രിറ്റൻഡഡ് ടു ബി വർക്കിംഗ് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. ഐ വാസ് വർക്കിങ്ങിന് പകരമായിട്ടാണ് ടു ബി വർക്കിംഗ് എന്ന് പറയുന്നത്. ഐ വാസ് വർക്കിംഗ് എന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. നമ്മൾ അതിന് പകരമായിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന ഒരു കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവ് ആണ്. ഐ പ്രിറ്റൻഡഡ് ടു ബി വർക്കിംഗ്. ഐ പ്രിറ്റൻഡഡ് ടു വർക്ക് അല്ല, ടു ബി വർക്കിംഗ്. വാസിന് പകരം ബി ഉപയോഗിച്ചു. വർക്കിംഗ് അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചു. പിന്നെ അതിന് മുന്നിലായിട്ട് ഒരു ടു കൂടി ഉപയോഗിച്ചു. ഇങ്ങനെ ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുമ്പോൾ പിന്നെ ആ സെന്റൻസിനകത്ത് ദാറ്റ് ഉപയോഗിക്കരുത്. ഒന്നുകിൽ നമുക്ക് ദാറ്റ് ക്ലോസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻഫിനിറ്റീവ് സ്ട്രക്ചർ ഉപയോഗിക്കാം. രണ്ടും കൂടി ഉപയോഗിക്കരുത്. അവൾക്ക് താല്പര്യമില്ല. ഷീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ്. അവൾക്ക് താല്പര്യം ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് ഉറപ്പില്ല, പക്ഷെ താല്പര്യമില്ലെന്നാണ് തോന്നുന്നത്. ഇറ്റ് സീംസ് ദാറ്റ് ഷീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ്. ഷീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞാൽ അവൾക്ക് താല്പര്യമില്ല. അതൊരു ഫാക്ട് പോലെയാണ് നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അവൾക്ക് താല്പര്യം ഇല്ലെന്ന് തോന്നുന്നു. ഇറ്റ് സീംസ് ദാറ്റ് ഷീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ്. അവൾക്ക് താല്പര്യം ഇല്ലെന്ന് തോന്നുന്നു. ഇനി ഇതിനെ ഇൻഫിനിറ്റീവ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യണമെങ്കിലോ, ഇവിടെ നമുക്ക് ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന നെഗറ്റീവ് വെർബാണ് ഉള്ളത്. ഇനി ഇതിനെ
ഇൻഫിനിറ്റീവ് ഉപയോഗിച്ച് ഈ ഐഡിയ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ നോട്ട് പക്ഷെ ഉപയോഗിക്കുന്നത് ഇൻഫിനിറ്റീവിന്റെ കൂടെയല്ല, മറിച്ച് അത് നമ്മൾ മെയിൻ ക്ലോസിലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്കിത് ഇങ്ങനെയാ കിട്ടുക. ഷീ സീംസ് നോട്ട് ടു ബി ഇൻട്രസ്റ്റഡ് എന്നല്ല നമ്മൾ പറയുക, ഷീ ഡസിൻ സീം ടു ബി ഇൻട്രസ്റ്റഡ് എന്നാണ്. ഷീ ഡസിൻ സീം ടു ബി ഇൻട്രസ്റ്റഡ്. നോട്ട് എന്നത് നമ്മൾ സീം എന്ന വെർബിന്റെ മുന്നിലായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഷീ ഡസിൻ സീം. ഷീ സീംസ് ടു ബി ഇൻട്രസ്റ്റഡ് എന്ന് പറയുമ്പോൾ അവൾക്ക് താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നു. ഷീ ഡസിൻ സീം ടു ബി ഇൻട്രസ്റ്റഡ് എന്ന് പറയുമ്പോൾ അവൾക്ക് താല്പര്യം ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ നമ്മൾ സീമിനെയാണ് നെഗറ്റീവ് ആക്കി മാറ്റുന്നത്, ആ ഇൻഫിനിറ്റീവിനെ നെഗറ്റീവ് ആക്കുന്നില്ല, അത് ശ്രദ്ധിക്കണം. ഷീ ഡസിൻ സീം ടു ബി ഇൻട്രസ്റ്റഡ്. അവൾക്ക് താല്പര്യമില്ലെന്ന് തോന്നുന്നു. ഷീ സീംസ് നോട്ട് ടു ബി ഇൻട്രസ്റ്റഡ് എന്നല്ല പറയേണ്ടത്, അങ്ങനെ പറയരുത്. ഷീ ഡസിൻ സീം ടു ബി ഇൻട്രസ്റ്റഡ്. നോട്ട് നമ്മളിവിടെ സീമിന്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്, ഇൻഫിനിറ്റീവിന്റെ കൂടെയല്ല. ഷീ ഡസിൻ സീം ടു ബി ഇൻട്രസ്റ്റഡ്. അവരവരുടെ അവധിക്കാലം ആസ്വദിക്കുകയാണെന്ന് തോന്നുന്നു. അവരവരുടെ അവധിക്കാലം ആസ്വദിക്കുകയാണെന്ന് എങ്ങനെയാണ് പറയുന്നത്? അവരാണ് സബ്ജക്റ്റ്. ദേ ആസ്വദിക്കുകയാണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു വെർബ് വേണം ഉപയോഗിക്കാൻ. ദേ ആർ എൻജോയിങ് ദെയർ ഹോളിഡേയ്സ്. ദേ ആർ എൻജോയിങ് ദെയർ ഹോളിഡേയ്സ്. ഇനി അവരത് ആസ്വദിക്കുകയാണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ദാറ്റ് ക്ലോസ് ഉപയോഗിച്ച് പറയാം. അങ്ങനെ വരുമ്പോൾ ഇറ്റ് ആണ് സബ്ജക്റ്റ് ആയിട്ട് വരിക. ഇറ്റ് സീംസ് ദാറ്റ് ദേ ആർ എൻജോയിങ് ദെയർ ഹോളിഡേയ്സ്. ഇറ്റ് സീംസ് ദാറ്റ് ദേ ആർ എൻജോയിങ് ദെയർ ഹോളിഡേയ്സ്. അവരവരുടെ അവധിക്കാലം ആഘോഷിക്കുകയാണെന്ന് അല്ലെങ്കിൽ ആസ്വദിക്കുകയാണെന്ന് തോന്നുന്നു. ഇനി ഇത് ഇൻഫിനിറ്റീവ് ഉപയോഗിച്ച് പറയുമ്പോഴോ, ആർ എൻജോയിങ് എന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു വെർബാണ്. അപ്പൊ അതിന് പകരമായി നമ്മൾ ഉപയോഗിക്കുക ഒരു പ്രോഗ്രസീവ് ഇൻഫിനിറ്റീവ് ആണ്, അതായത് ഒരു കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവ് ആണ് നമ്മൾ ഉപയോഗിക്കുക. അതിന്റെ ഫോം ടു ബി പ്ലസ് ING ആണ്. ഇങ്ങനെ ഇൻഫിനിറ്റീവ് ഉപയോഗിച്ച് ഈ ഐഡിയ എക്സ്പ്രസ് ചെയ്യുമ്പോൾ പിന്നെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ഇറ്റ് അല്ല, ദേ ആണ്. ദേ സീം ടു ബി എൻജോയിങ് ദെയർ ഹോളിഡേയ്സ്. ദേ സീം ടു ബി എൻജോയിങ് ദെയർ ഹോളിഡേയ്സ്. ആർ എൻജോയിങ് എന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലെ വെർബിന് പകരമായിട്ടാണ് ടു ബി എൻജോയിങ് എന്ന പ്രോഗ്രസീവ് ഇൻഫിനിറ്റീവോട് ഉപയോഗിക്കുന്നത്. ദേ സീം ടു ബി എൻജോയിങ് ദെയർ ഹോളിഡേയ്സ്. അവരവരുടെ അവധിക്കാലം ആസ്വദിക്കുകയാണെന്ന് തോന്നുന്നു. ഈ മെഷീൻ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നതെന്ന് നിനക്കറിയാമോ? നിനക്കറിയാമോ? ഡു യു നോ? ഈ മെഷീൻ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നതെന്ന്. ചില വേർബ്സിന് ശേഷം നമുക്ക് ഇൻഫിനിറ്റീവിന് മുന്നിലായി ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കേണ്ടി വരും. നോ അതുപോലുള്ളൊരു വെർബാണ്. അതിനുശേഷം നമുക്ക് ഒരു നോ ടു എന്ന് പറയാൻ സാധിക്കില്ല. നോക്ക് ശേഷം, നോ എന്ന വെർബിന് ശേഷം നമുക്ക് ഡയറക്റ്റ്ലി ഒരു ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാൻ സാധിക്കില്ല, ഒരു ഇൻഫിനിറ്റീവും ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒരു ടു ഇൻഫിനിറ്റീവിന് മുന്നിൽ നോക്ക് ശേഷം എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വേർഡ് കാണും. പൊതുവെ വരുന്നത് ഹൗ ആയിരിക്കും. ഡു യു നോ ഹൗ ടു ഓപ്പറേറ്റ് ദിസ് മെഷീൻ? ഡു യു നോ ഹൗ ടു ഓപ്പറേറ്റ് ദിസ് മെഷീൻ. ഡു യു നോ ടു ഓപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ പോരാ, ഡു യു നോ ഹൗ ടു ഓപ്പറേറ്റ്. നോ എന്ന വെർബിനും ഇൻഫിനിറ്റീവിനും ഇടയിൽ ഒരു ക്വസ്റ്റ്യൻ വേർഡ് നിർബന്ധമായി ഉണ്ടായിരിക്കണം. ഡു യു നോ ഹൗ ടു ഓപ്പറേറ്റ് ദിസ് മെഷീൻ. ഈ മെഷീൻ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നതെന്ന് നിനക്ക് അറിയാമോ? ഡു യു നോ ടു ഓപ്പറേറ്റ് പോരാ, ഡു യു നോ ഹൗ ടു ഓപ്പറേറ്റ് എന്ന് തന്നെ വേണം പറയാൻ. നീന്താൻ അറിയുമോ എന്നെങ്ങനെയാ അപ്പോൾ ചോദിക്കുന്നത്? ഡു യു നോ ഹൗ ടു സ്വിം. ഡ്രൈവ് ചെയ്യാൻ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഡു യു നോ ഹൗ ടു ഡ്രൈവ്. ഡു യു നോ ടു ഡ്രൈവ് പോരാ, ഡു യു നോ ഹൗ ടു ഡ്രൈവ്. അത് നോ എന്ന വെർബിന്റെ പ്രത്യേകതയാണ്. വേറെയും ചില വേർബ്സ് അങ്ങനെയുണ്ട്. ആ വെർബിന് ശേഷം ഒരു ഇൻഫിനിറ്റീവിന് മുന്നിലായിട്ട് ഒരു ക്വസ്റ്റ്യൻ വേർഡ് വേണ്ടി വരും. ഈ ഓഫർ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് എനിക്കറിയില്ല. എഴുതിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. സ്വീകരിക്കണോ അതാണ് ഉദ്ദേശിച്ചത്. എനിക്ക് അറിയില്ല, ഐ ഡോണ്ട് നോ. സ്വീകരിക്കണോ വേണ്ടയോ. നോ എന്ന വെർബിന് ശേഷം നമുക്ക് ഡയറക്റ്റ്ലി ഒരു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതിനിടയിൽ ഒരു ക്വസ്റ്റ്യൻ വേർഡ് വേണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഐ ഡോണ്ട് നോ വെദർ ടു ആക്സെപ്റ്റ് ദിസ് ഓഫർ ഓർ നോട്ട്. ഐ ഡോണ്ട് നോ വെദർ ടു ആക്സെപ്റ്റ് ദിസ് ഓഫർ ഓർ നോട്ട്. ഐ ഡോണ്ട് നോ ടു ആക്സെപ്റ്റ് പോരാ, ഐ ഡോണ്ട് നോ വെദർ ടു ആക്സെപ്റ്റ്. സ്വീകരിക്കണോ വേണ്ടയോ എന്ന് എനിക്കറിയില്ല. ഇത് തന്നെ നമുക്ക് ദാറ്റ് ക്ലോസ് ഉപയോഗിച്ചും പറയാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഐ ഡോണ്ട് നോ വെദർ ഐ ഷുഡ് ആക്സെപ്റ്റ് ദിസ് ഓഫർ ഓർ നോട്ട്. ഈഫും നമുക്ക് ഉപയോഗിക്കാം. ഐ ഡോണ്ട് നോ വെദർ ഐ ഷുഡ് ആക്സെപ്റ്റ് ദിസ് ഓഫർ ഓർ നോട്ട്. വെദറിന് ശേഷം നമുക്ക് ടു ഇൻഫിനിറ്റീവ് മാത്രമല്ല, നമുക്കൊരു ക്ലോസും ഉപയോഗിക്കാൻ സാധിക്കും. ഒരു നൗൺ ക്ലോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായി നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കൺജങ്ഷൻസ് ആണ് ദാറ്റ്, ഈഫ്, വെദർ എല്ലാം. വെദറിന് ശേഷം ഒരു ക്ലോസ് ആണ് വരുന്നതെങ്കിൽ പിന്നെ അതിന് അതിൻ്റെതായ സബ്ജക്റ്റും വെർബും വേണം. അപ്പോൾ നമുക്കിത് ഇങ്ങനെയും പറയാം. ഐ ഡോണ്ട് നോ വെദർ ഐ ഷുഡ് ആക്സെപ്റ്റ് ദിസ് ഓഫർ ഓർ നോട്ട്, അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ ഈഫ് ഐ ഷുഡ് ആക്സെപ്റ്റ് ദിസ് ഓഫർ ഓർ നോട്ട്. വെദറിന് പകരം നമുക്ക് ഈഫും ഉപയോഗിക്കാൻ സാധിക്കും.
ഐ ഡോണ്ട് നോ ഇഫ് ഐ ഷുഡ് ആക്സെപ്റ്റ് ദിസ് ഓഫർ ഓർ നോട്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. എന്താണ് ചെയ്യേണ്ടത്? വാട്ട് ടു ഡു. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ടു ഡു. അണ്ടർസ്റ്റാൻഡ് എന്ന വെർബിന് ശേഷവും ടു ഇൻഫിനിറ്റീവിന് മുന്നിലായി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ടു ഡു. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വേർ ടു ഗോ. എവിടെയാണ് പോവേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ടു ഡു. ഇവിടെ നമുക്ക് വാട്ടിന് ശേഷം ഒരു ക്ലോസും ഉപയോഗിക്കാവുന്നതാണ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ഷുഡ് ഡു. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ഷുഡ് ഡു. വാട്ട് ടു ഡു എന്നതിന് പകരമായിട്ട് നമുക്ക് വാട്ട് ഐ ഷുഡ് ഡു എന്ന ക്ലോസ് ഉപയോഗിക്കാം. അവളുടെ പേര് എന്നോട് പറയാൻ അവൾ വിസമ്മതിച്ചു. ഷീ റിഫ്യൂസ്ഡ്. ഡിസഗ്രീഡ് എന്നൊന്നും പറയരുത്. വിസമ്മതിച്ചു എന്നതിന്, ഒരു കാര്യം ചെയ്യാൻ വിസമ്മതിച്ചു എന്ന് പറയുന്നതിന് റിഫ്യൂസ് എന്ന വെർബാണ് യൂസ് ചെയ്യുന്നത്. ഷീ റിഫ്യൂസ്ഡ്. എന്താണ് അവൾ വിസമ്മതിച്ചത്? അവളുടെ പേര് എന്നോട് പറയാൻ. ഷീ റിഫ്യൂസ്ഡ് to tell me her name. She refused to tell me her name. അവളുടെ പേര് എന്നോട് പറയാൻ അവൾ വിസമ്മതിച്ചു. ടെൽ മീ എന്ന് പറയുമ്പോൾ എന്നോട് പറയുക. ഇവിടെ നമ്മൾ ടെൽ ഉപയോഗിക്കാൻ കാരണം അതിനുശേഷം ആരോടാണ് പറയുന്നത് എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. എന്നോടാണ് പറയുന്നത്. ഒരു ഒബ്ജക്റ്റ് അവിടെ ഉണ്ടെങ്കിൽ പറയുക എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സേ അല്ല ടെൽ ആണ്. ഷീ റിഫ്യൂസ്ഡ് ടു ടെൽ മീ ഹെർ നെയിം. അവളുടെ പേര് എന്നോട് പറയാൻ അവൾ വിസമ്മതിച്ചു. അവൻ എന്തിനെയോ കുറിച്ച് വേവലാതിപ്പെടുകയാണെന്ന് തോന്നുന്നു. നമുക്ക് ഹീസ് ആങ്ഷ്യസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹീസ് വറീഡ് അബൌട്ട് സംതിങ് എന്ന് പറയാം. ഹീസ് വറീഡ് അബൌട്ട് സംതിങ്. അവൻ എന്തിനെയോ കുറിച്ച് വേവലാതിപ്പെടുന്നുണ്ട്. ഇനി അങ്ങനെ തോന്നുന്നു, വേവലാതിപ്പെടുന്നുണ്ടെന്ന് നമുക്ക് തോന്നുന്നു എന്ന് പറയണമെങ്കിലോ നമുക്ക് ഇറ്റ് ഉപയോഗിച്ച് പറയാം, അല്ലെങ്കിൽ ടു ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചും പറയാം. ഇറ്റ് സീംസ് ദാറ്റ് ഹീ ഈസ് വറീഡ് അബൌട്ട് സംതിങ്. ഇറ്റ് സീംസ് ദാറ്റ് ഹീ ഈസ് വറീഡ് അബൌട്ട് സംതിങ്. ഹീ ഈസ് വറീഡ് അബൌട്ട് സംതിങ് എന്ന് പറയുമ്പോൾ അവൻ എന്തിനെയോ കുറിച്ചുള്ള വേവലാതിയിലാണ്. ഇറ്റ് സീംസ് ദാറ്റ് ഹീ ഈസ് വറീഡ് അബൌട്ട് സംതിങ് എന്ന് പറയുമ്പോൾ അവൻ എന്തിനെയോ കുറിച്ചുള്ള വേവലാതിയിലാണെന്ന് തോന്നുന്നു എന്നർത്ഥമാണ്. ഇത് തന്നെ നമുക്ക് ഇൻഫിനിറ്റീവ് ഉപയോഗിച്ച് പറയാം. ഹീ സീംസ് ടു ബി വറീഡ് അബൌട്ട് സംതിങ്. ഹീ സീംസ് ടു ബി വറീഡ് അബൌട്ട് സംതിങ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ഒരു പാസീവ് ഇൻഫിനിറ്റീവ് ആണ്. അതിന് കാരണമുണ്ട്. നമ്മുടെ ആദ്യത്തെ സെന്റൻസിലുള്ളത് ഈസ് വറീഡ് എന്ന എക്സ്പ്രഷനാണ്. അതിലെ ആ ഈസിന് പകരമാണ് നമ്മൾ ബി ഉപയോഗിച്ചത്. പിന്നെ വറീഡ് എന്ന V3 അതിവിടെ ആക്ച്വലി വെർബല്ല, അഡ്ജക്റ്റീവ് ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിവിടെ നമ്മൾ അതേപോലെ തന്നെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഹീ സീംസ് ടു ബി വറീഡ് അബൌട്ട് സംതിങ്. ഇതൊരു പാസീവ് ഇൻഫിനിറ്റീവ് ആണ്. ഹീ സീംസ് ടു ബി വറീഡ് അബൌട്ട് സംതിങ്. നിനക്ക് ഇവിടെ ഒരുപാട് ആളുകളെ അറിയാമെന്ന് തോന്നുന്നു. നിനക്ക് ഇവിടെ ഒരുപാട് ആളുകളെ അറിയാമെന്ന് എങ്ങനെയാ പറയുന്നത്? യു നോ എ ലോട്ട് ഓഫ് പീപ്പിൾ ഹിയർ, അല്ലെങ്കിൽ യു നോ പ്ലെന്റി ഓഫ് പീപ്പിൾ ഹിയർ. യു നോ എ ലോട്ട് ഓഫ് പീപ്പിൾ ഹിയർ. ഇനി അത് തോന്നുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഇറ്റ് ഉപയോഗിച്ച് പറയാം, അല്ലെങ്കിൽ ടു ഇൻഫിനിറ്റീവ് ഉപയോഗിച്ച് പറയാം. ഇറ്റ് സീംസ് ദാറ്റ് യു നോ എ ലോട്ട് ഓഫ് പീപ്പിൾ ഹിയർ. ഇത് തന്നെ മറ്റൊരു രീതിയിലും പറയാം. സബ്ജക്റ്റ് യു ആയി വരുന്ന രീതിയിലും നമുക്കിത് പറയാൻ സാധിക്കും. യു സീം ടു നോ എ ലോട്ട് ഓഫ് പീപ്പിൾ ഹിയർ. യു സീം ടു നോ എ ലോട്ട് ഓഫ് പീപ്പിൾ ഹിയർ. ആ നോ എന്ന വെർബ് അതിന് പകരമാണ് നമ്മൾ ടു നോ എന്ന സിമ്പിൾ ഇൻഫിനിറ്റീവോട് ഉപയോഗിക്കുന്നത്. യു സീം ടു നോ എ ലോട്ട് ഓഫ് പീപ്പിൾ ഹിയർ. ടു അവിടെ നിന്ന് ഒമിറ്റ് ചെയ്യരുത്, അത് അങ്ങനെ തന്നെ വേണം യൂസ് ചെയ്യാൻ. ഇറ്റ് സീംസ് ദാറ്റ് യു നോ എ ലോട്ട് ഓഫ് പീപ്പിൾ. ഒരുപാട് പേരെ നിനക്ക് അറിയാമെന്ന് തോന്നുന്നു. അവളുടെ ആരോഗ്യം മെച്ചപ്പെടുകയാണെന്ന് തോന്നുന്നു. അവളുടെ ആരോഗ്യം മെച്ചപ്പെടുകയാണ്. ഹെർ ഹെൽത്ത് ഈസ് ഇംപ്രൂവിങ്. ഹെർ ഹെൽത്ത് ഈസ് ഇംപ്രൂവിങ്. അവളുടെ ആരോഗ്യം മെച്ചപ്പെടുകയാണ്. ഇനി അതങ്ങനെ തോന്നുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത് ഈസിന് പകരം സീംസ് ടു ബി ആണ്. ഹെർ ഹെൽത്ത് സീംസ് ടു ബി ഇംപ്രൂവിങ്. ഹെർ ഹെൽത്ത് സീംസ് ടു ബി ഇംപ്രൂവിങ്. ഈസിന് പകരം സീംസ് ടു ബി ആണ് ഉപയോഗിക്കുന്നത്. ഹെർ ഹെൽത്ത് ഈസ് ഇംപ്രൂവിങ് എന്ന് പറയുമ്പോൾ അവളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നു എന്നർത്ഥം. ഹെർ ഹെൽത്ത് സീംസ് ടു ബി ഇംപ്രൂവിങ് എന്ന് പറയുമ്പോൾ അവളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയാണെന്ന് തോന്നുന്നു എന്നർത്ഥം. ഈസിന് പകരമാണ് സീംസ് ടു ബി നമ്മളവിടെ ഉപയോഗിക്കുന്നത്. സീംസ് ഉപയോഗിക്കാൻ കാരണം അറിയാലോ, സബ്ജക്റ്റ് ഹെൽത്ത് ആണ്, അതൊരു സിംഗുലർ നൗൺ ആണ്. അതുകൊണ്ടാണ് സീംസ് ഉപയോഗിക്കുന്നത് സീമിന് പകരം. അവൻ കാര്യങ്ങൾ മറക്കുന്നു. ഹി ഫൊർഗെറ്റ്സ് തിങ്സ്. അവൻ കാര്യങ്ങൾ മറക്കുന്നു. അതൊരു ഹാബിറ്റ് എന്ന രീതിയിലാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഹി ഫൊർഗെറ്റ്സ് തിങ്സ്. അവനെ കാര്യങ്ങൾ മറക്കാനുള്ള പ്രവണതയുണ്ട്. അതായത് അവൻ അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അവനോട് പറഞ്ഞാൽ അവനത് മറന്നു പോവാനാണ് സാധ്യത കൂടുതൽ. അപ്പൊ ഇങ്ങനെ ഒരാൾ ഒരു കാര്യം ചെയ്യാൻ അവർക്ക് പ്രവണതയുണ്ട് എന്ന് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന വെർബാണ് ടെൻഡ്. അവൻ കാര്യങ്ങൾ മറക്കുന്നു. ഹി ഫൊർഗെറ്റ്സ് തിങ്സ്. അവന് കാര്യങ്ങൾ മറക്കാനുള്ള പ്രവണതയുണ്ട്. ഹി ടെൻഡ്സ് ടു ഫൊർഗെറ്റ് തിങ്സ്.
ടെൻഡിന് ശേഷവും നമുക്ക് ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. ഹീ ടെൻസ് ടു ഫൊർഗെറ്റ് തിങ്സ്. അവൻ കാര്യങ്ങൾ മറക്കുന്ന ഒരു പ്രവണത അവനുണ്ട്. കാര്യങ്ങൾ മറക്കാനുള്ള ഒരു പ്രവണത അവനുണ്ട്. ഹീ ടെൻസ് ടു ഫൊർഗെറ്റ് തിങ്സ്. അവർ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു. അത് ഫാക്റ്റ് ആണ്. ദേ ഹാവ് സോൾവ്ഡ് ദ പ്രോബ്ലം. അവർ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നു. നമുക്കറിയില്ല, അവർ പറയുന്നത് അവർ പരിഹരിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ ഇതുപോലുള്ള ആശയങ്ങളെ അവതരിപ്പിക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന വെർബാണ് ക്ലെയിം. ദേ ഹാവ് സോൾവ്ഡ് ദെയർ പ്രോബ്ലം. അവരുടെ പ്രശ്നം അവർ പരിഹരിച്ചിരിക്കുന്നു. അവരുടെ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു എന്ന് അവർ അവകാശപ്പെടുന്നു. ഇവിടെ നമുക്ക് സീം, അപ്പിയർ ആ വെർബ്സിന് പകരം ക്ലെയിം എന്ന വെർബ് ഉപയോഗിക്കാം. അവകാശപ്പെടുന്നു എന്നർത്ഥം വരുന്ന വെർബാണ് ക്ലെയിം. They claim to have solved their problem. They seem to have solved their problem എന്ന് പറയാം. അതിനർത്ഥം അവരുടെ പ്രശ്നം അവർ പരിഹരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നാണ്. They claim to have solved their problem എന്നും പറയാം. അതിനർത്ഥം അവരെ പരിഹരിച്ചതായി അവകാശപ്പെടുന്നു എന്നാണ്. They have solved their problem എന്ന സെന്റൻസിലെ have solved പ്രസന്റ് പെർഫെക്റ്റ് അത് തന്നെയാണ് നമ്മളിവിടെ ടുവിന് ശേഷം മറ്റുള്ള രണ്ട് സെന്റൻസസിൽ ഉപയോഗിക്കുന്നത്. They seem to have solved their problem അല്ലെങ്കിൽ they claim to have solved their problem. അവർ പോയെന്നാണ് തോന്നുന്നത്. അവർ പോയി എന്നെങ്ങനെ പറയും? They have left അല്ലെങ്കിൽ they left. അവർ പോയി. അവർ പോയെന്നാണ് തോന്നുന്നത്. They seem to have left. അവർ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. They seem to have left. They have left എന്നതിന് പകരമാണ് നമ്മൾ seem to have left എന്ന് പറയുന്നത്. They seem to have left. They seem to have left. അവർ പോയി എന്ന് തോന്നുന്നു. നീ അവളെ അലോസരപ്പെടുത്തി എന്ന് തോന്നുന്നു. നീ അവളെ അലോസരപ്പെടുത്തി, നീരസപ്പെടുത്തി അല്ലെങ്കിൽ അവളിൽ അപ്രിയം ഉണ്ടാക്കി. ഇതിനെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വെർബാണ് അനോയ്. നീ അവളെ അലോസരപ്പെടുത്തി അല്ലെങ്കിൽ അലോസരപ്പെടുത്തിയിട്ടുണ്ട്. യു ഹാവ് അനോയ്ഡ് ഹെർ അല്ലെങ്കിൽ യു അനോയ്ഡ് ഹെർ. നമുക്കിവിടെ സിമ്പിൾ പാസ്റ്റും ഉപയോഗിക്കാം, പ്രസന്റ് പെർഫെക്റ്റും ഉപയോഗിക്കാം. യു ഹാവ് അനോയ്ഡ് ഹെർ. നീ അവളെ അലോസരപ്പെടുത്തിയിട്ടുണ്ട്. യു അനോയ്ഡ് ഹെർ. നീ അവളെ അലോസരപ്പെടുത്തി. ഇനി ഇതിനെയും നമുക്ക് ടു ഇൻഫിനിറ്റീവ് ഉപയോഗിച്ച് പറയാം. ഹാവ് അനോയ്ഡ് എന്നത് പ്രസന്റ് പെർഫെക്റ്റിലാണ്, അനോയ്ഡ് എന്നത് സിമ്പിൾ പാസ്റ്റിലാണ്. രണ്ടായാലും നമ്മൾ ഇതിനെ ഇൻഫിനിറ്റീവ് ഉപയോഗിച്ച് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ് ആണ്. യു സീം ടു ഹാവ് അനോയ്ഡ് ഹെർ. ഇത് രണ്ട് സെന്റൻസ് നമുക്ക് ഇങ്ങനെ പറയാം. യു സീം ടു ഹാവ് അനോയ്ഡ് ഹെർ. നീ അവളെ പിണക്കി എന്ന് തോന്നുന്നു അല്ലെങ്കിൽ അവളിൽ അപ്രിയം ഉണ്ടാക്കി എന്ന് തോന്നുന്നു. യു സീം ടു ഹാവ് അനോയ്ഡ് ഹെർ. യു അനോയ്ഡ് ഹെർ എന്ന സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള ആ സെന്റൻസിനെ ടു ഇൻഫിനിറ്റീവ് ഉപയോഗിച്ച് പറയുമ്പോഴും നമുക്ക് കിട്ടുന്നത് തന്നെയാണ്. യു സീം ടു ഹാവ് അനോയ്ഡ് ഹെർ. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഡിഫറെന്റ് ഫോംസ് ഓഫ് ഇൻഫിനിറ്റീവ് എങ്ങനെ യൂസ് ചെയ്യാം അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. ലെസൺ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.